കേരള സ്റ്റോറി ഇറങ്ങിയപ്പോൾ ഈ പറയുന്ന പോലെ അതിനെപ്പറ്റി ആരും ഈ പറയുന്ന പോലെ കോൺട്രവേഴ്സി ഉണ്ടായെങ്കിലും സിനിമയിലെ ഭാഗങ്ങളൊന്നും കട്ട് ചെയ്യാനൊന്നും നല്ല രീതിയിൽ ആ സിനിമയ്ക്കെതിരെ ശക്തമായ ക്യാമ്പയിനിങ് കേരളത്തിൽ നടന്നത്. പക്ഷെ കട്ട് ചെയ്യേണ്ട വന്നില്ല. കട്ട് ചെയ്തത് ഇവിടെയും കട്ട് ചെയ്തതുണ്ടോ? ഫാസിസത്തിൻ്റെ പുതിയ മുഖം അതാണ്. അത് റൈറ്റ് വിങ് ഫാസിസം ആണെങ്കിലും ലെഫ്റ്റ് വിങ് ഫാസിസം ആണെന്നുണ്ടെങ്കിലും ഇവിടെ പ്രത്യക്ഷത്തിലൊരു നേതാവ് കൊണ്ട് പറയണമെന്നില്ല ഇത് കട്ട് ചെയ്യണം എന്നുള്ള ഒരു നേതാവും പറയേണ്ട ആവശ്യമില്ല. സിസ്റ്റം റൺ ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ആളുകളാണ്. നമുക്കറിയാം റൈറ്റ് വിങ് ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു പുതിയൊരു നിയമം കൊണ്ടുവന്നു. ഇപ്പോൾ ഭരിക്കുന്ന പതിവ് നരേന്ദ്രമോദി ഗവൺമെൻറ് ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. അപ്പോൾ അതേപോലെ അഗ്നിപഥ് വന്നു. അഗ്നിപഥ് വന്ന സമയത്ത് നമ്മളെല്ലാം വീഡിയോ ഇട്ട സമയത്ത് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് പേഴ്സണലി അറിയാം. നമ്മളത് സഫർ ചെയ്യുന്നതാണ്. അതായത് ഒന്നും വേണ്ടത് ഈ BBC ഒരു ഡോക്യുമെൻ്റ് പോലും ഇറങ്ങാൻ സംഭവിക്കുന്നത് അതുവരെ അവരെന്ത് ചെയ്തു ബാൻ ചെയ്ത് കളഞ്ഞു. പക്ഷെ ഒരു ഫാസിസത്തിന് ഒരു പുതിയ ഫേസാണ്. അവർ സമ്മതിക്കില്ല. അവർക്കിപ്പോൾ ഒരു എന്താ പറയുക ഒരു മന്ത്രി വന്ന് പറയണമെന്നോ ഒരു പ്രൈം മിനിസ്റ്റർ വന്ന് പറയാം അതൊന്നുമില്ല. സിസ്റ്റം റൺസ് ലൈക്ക് ദിസ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ പേടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ എന്ത് ചെയ്യാൻ പറ്റും? അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല. എല്ലാവർക്കും സെൻസറിങ്ങാണ്. എല്ലാവരും സിനിമയുടെ സെൻസറിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. മീഡിയയിലെന്താ സെൻസറിങ് ഉണ്ട്? യൂട്യൂബിൽ സെൻസറിങ് എല്ലാവർക്കും സെൻസറിങ് ഉണ്ട്. ഇത് അത്ര എന്താ പറയുക ഈസി ആയിരിക്കില്ല ഇനി മുതൽ അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് ഇതേ രീതിയിലാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. പിന്നെ ഒരു ഇതേപോലെ കോർണർ ചെയ്യും ഈ മൂവി ഇറങ്ങിയിട്ട് ആ ഒരു ടീമിനെ എല്ലാവരും കോർണർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഇൻഡസ്ട്രിയിലുള്ള മറ്റ് ആക്ടേഴ്സ് ഉണ്ടല്ലോ അവരാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാതെ ഒരു പോസ്റ്റോ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല. ആരും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം. അതൊരു ഇതായിട്ട് തോന്നില്ല. ഈ നിലപാടും നിലനിൽക്കാനുള്ള കഷ്ടപ്പാടും ഉണ്ട്. അതാണ് അതിൻ്റെ വ്യത്യാസം. സിനിമയിലുള്ളവർക്ക് നിലനിന്നല്ലേ പറ്റും. നിലപാട് പറഞ്ഞിട്ട് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ നല്ല കാര്യമുണ്ട്. മോഹൻലാൽ, പൃഥ്വിരാജ്, ആൻ്റണി പെരുമ്പാവൂർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗോകുലം ഗോപാലൻ ഇവരെങ്ങനെയും മുന്നോട്ട് പോകും. നാളെ ലാലേട്ടൻ തുടരും ഇറങ്ങി ഹിറ്റായ ലാലേട്ടൻ മാസമായി. പൃഥ്വിരാജിൻ്റെ അടുത്തൊരു മൂവി ഇറങ്ങി ഹിറ്റായ പൃഥ്വിരാജ് മാസമായി. ഇത് കണ്ടുകൊണ്ട് ബാക്കി സിനിമയിൽ ഏതെങ്കിലും ഒരാൾ പ്രതികരിക്കാൻ വന്നാൽ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആസിഫ് അലി പറഞ്ഞിട്ടുണ്ട് നമുക്ക് അവരെ പേഴ്സണലി വിളിച്ചു എന്ന് പറഞ്ഞു. അല്ലാതെ ഒരു നടൻ വന്നിട്ട് ഇവിടെ പറയുകയാണ്. ഇപ്പോൾ ജോർജ് ജോർജ് UDF-നെതിരെ ആ സമരത്തിനെതിരെ പറഞ്ഞ സമയത്ത് ജോർജ് ജോർജിന് എന്താ സംഭവിച്ചത്? ഇപ്പോഴും ജോർജ് ജോർജിൻ്റെ സിനിമ ഇറങ്ങുന്ന സമയത്ത് UDF-കാരെ ഇറങ്ങിപ്പിടിച്ചിറങ്ങുന്നില്ല. അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് യൂഷ്വലി നമ്മളുടെ ഒരു പൊളിറ്റിക്കൽ മീനിങ് പറഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ കണ്ണ് കാണുന്നൊരു സംഗതി പറയാൻ വന്നാലോ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻസിഡൻറ്റിൽ ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ ഇൻഡിവിജ്വലി ചെയ്യേണ്ട ഒരു കാര്യം ഇവർ ശരിക്കും ഇറങ്ങേണ്ട ആരും AMM അസോസിയേഷൻ FEFCA എത്രയോ ട്രേഡ് യൂണിയൻ അതും ഇതൊക്കെ വരുന്നുണ്ടല്ലോ. ഇവരാരും എന്തുകൊണ്ട് കൂട്ടായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നില്ല. ഇൻഡിവിജ്വൽസിന് പേടിയായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ നിലപാടുണ്ടാവും. പക്ഷെ നിലനിൽക്കാനുള്ള കഷ്ടപ്പാടുകൊണ്ട് പറയാൻ പറ്റില്ല. അതാണ് അതിൻ്റെ സത്യം. പൃഥ്വിരാജ് ഒരു ക്ഷമാപണം നടത്തുമെന്ന് തോന്നുന്നുണ്ടോ? എന്തിനാണ് ക്ഷമാപണം നടത്തേണ്ട ആവശ്യം? അതുകൊണ്ട് പറഞ്ഞു എന്ത് കാര്യത്തിന് കൊണ്ട് ക്ഷമാപണം അങ്ങനെ ക്ഷമാപണം നടത്താൻ. ഇന്നലെ ഇപ്പോൾ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. ആരും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങളായിട്ട് വെട്ടിക്കളഞ്ഞത്. സീറോ മലബാർ സഭ ഇന്ന് വന്ന് പറയുന്നു അവർക്ക് പ്രശ്നമുണ്ട് എന്നുള്ളത്. നാളെ ഇതിൽ ക്രിസ്തീയ ചിഹ്നങ്ങൾ ഒരു വെട്ടിക്കളയൂ. തമിഴ്നാട്ടിൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പ്രശ്നം ഉണ്ടാവും. ആ സീൻ ഒരു വെട്ടിക്കളയൂ. അതൊക്കെ ഡിപ്ലോമാറ്റിക് ലൈനാണ്. പേടിച്ചിട്ടാണെങ്കിൽ പേടിച്ചിട്ടാണെന്ന് പറയാനുള്ള ഗട്ട്സുമാണ്. അല്ലാതെ ഇത് ഞങ്ങൾ ഇന്ന കാര്യം കൊണ്ട് വെട്ടി ആരും ഞങ്ങൾക്ക് വിഷമിപ്പിക്കാൻ താല്പര്യം അങ്ങനെ ഒരു സിനിമ കെട്ടിപ്പിടി അത്രയേ ഉള്ളൂ സംഗതി. ഇത് എനിക്ക് അവിടെയൊക്കെയാണ് ആ ടീമിനോട് ദേഷ്യം എന്തുള്ളത്. ഇപ്പോൾ മുരളി ഗോപിയാണ് ഇനി പൃഥ്വിരാജ് എന്ന് വന്നിട്ട് പറയും ഇത് എൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ നാട്ടിലുള്ള ആളുകളൊന്നും വിശ്വാസമില്ല. പ്രേക്ഷകർ വിശ്വാസമില്ലെന്ന് എനിക്ക് ചോദിക്കാണ്. പൃഥ്വിരാജ് ഒരു പോസ്റ്ററാണ് ഇതെൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ആരെങ്കിലും എതിർക്കുന്നുള്ളത്? ഇല്ല. രാഷ്ട്രീയം തലയ്ക്ക് വെച്ച് കിടക്കുന്ന കുറച്ച് എന്താ പറയുക എക്സ്ട്രീമിസ്റ്റുകൾ ചിലപ്പോൾ എന്ത് ചെയ്യും എതിർക്കുന്നുണ്ടാവും. ഇവിടെ ന്യൂട്രൽ ഓഡിയൻസാണ് ഏറ്റവും കൂടുതൽ എന്ത് കാണുന്നത് സിനിമ കാണുന്നത്. പൊളിറ്റിക്സ് ഇല്ലാതെ ഒരു മൈൽഡ് പൊളിറ്റിക്സ് കൊണ്ട് നടക്കുന്നതല്ല ജനങ്ങൾ. ഇപ്പോൾ വോട്ടിംഗ് എടുത്ത് നോക്കിയാലും ഒരു പാർട്ടി ഇമേജ് ഇല്ലാതെ ഒരു മോഡറേറ്റ് ആയിട്ട് പോകുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ഒരാൾ കാര്യം പോലെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്കപ്പ് കൊടുക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇത് പുറത്ത് വരുന്നില്ല എന്നുള്ളത് അൺഫോർച്ചുനേറ്റാണ്.